കൂട്ടുകാരെ നമസ്കാരം. ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു വീട് നോക്കുന്നവർ തീർച്ചയായിട്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു പോട്ടാ. അത്രയ്ക്കും മനോഹരമായിട്ടുണ്ട് ആ ഒരു ലൊക്കേഷനും ആ വീടും ചുറ്റുപാടും എല്ലാതും. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു കുഞ്ഞു വീട്. ഒരു ചെറിയ കുടുംബത്തിന് കറക്റ്റാണ്. അത്രയും ഭംഗിയായിട്ടാണ് ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ കാണുമ്പോഴേ നമുക്ക് അങ്ങോട്ട് കൊതിച്ചു പോകും. അത്രയും ഭംഗിയായി. ഗേറ്റ് കടന്ന് വരുമ്പോൾ ആ മുറ്റം മുഴുവൻ നല്ല അടിപൊളി കല്ല് വിരിച്ച്, മുറ്റം മാത്രമല്ല ആ സൈഡ് ഫുള്ള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രയും ബെസ്റ്റായിട്ടാണ് ഇത്രയും നീറ്റായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ അവരെ വീട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈഡിലായിട്ട് കിണർ വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ ഒരു 2 കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട് മുറ്റത്ത്. വീടിൻ്റെ 4 ചുറ്റും സ്ഥലമുണ്ട്. ബാക്കിൽ കുറച്ച് കൂടുതൽ സ്ഥലമാണ് വരുന്നത്. കിണറിലൊക്കെ കണ്ടില്ലേ, ഇഷ്ടംപോലെ വെള്ളമാണ്. നല്ല വെള്ളമാണ് ഇവിടുത്തെ കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ കണ്ട നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിറ്റ് ഔട്ട് ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു 4-5 ചെയർ ഇടാനുള്ള സ്പേസ് ഉള്ള ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ ആണ്. മെയിൻ ഡോർ അടക്കം എല്ലാ മരപ്പണികളും നല്ല മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല രസമായിട്ടുണ്ട് ഫ്രണ്ട്. അകത്തേക്ക് വരുമ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാളാണ്. ഇവിടെ നമുക്കൊരു സോഫ സെറ്റിയുടെ സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റ് വരുന്നുണ്ട്. അവിടെ അവരുടെ ഫാമിലി ഫോട്ടോസൊക്കെ ഉള്ള കാരണം കൊണ്ട് കുറേ ഭാഗം നമ്മൾ എടുത്തിട്ടില്ല. നല്ല രസമായിട്ട് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 പേർക്ക് ഇരിക്കാവുന്ന വലിയൊരു ഡൈനിങ് ഏരിയയുടെ സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അവിടെ നിന്ന് ഈ ഒരു 2 ഭാഗത്തായിട്ട് 2 ബെഡ്റൂംസാണ് അറ്റാച്ച്ഡ് വാഷ്റൂമായിട്ട് ഉള്ളത്. ബെഡ്റൂംസൊക്കെ അത്യാവശ്യത്തിന് നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതുപോലെ ചെറിയൊരു വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബാത്റൂംസ് മിന്നിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തും ഒരു ബെഡ്റൂംസ് വരുന്നുണ്ട്. അതുപോലെ കോണിയുടെ ചോട്ടിലാണ് നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു നല്ലൊരു അടുക്കള വരുന്നുണ്ട്. ഫുള്ള് എന്താ പറയുക, ടൈൽ വർക്ക് ചെയ്തിട്ടുള്ള, ചുമരിലൊക്കെ നല്ല ടൈൽ വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു അടുക്കളയാണ് വരുന്നത്. അതുപോലെ ഒരു വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട്. അവിടെ ഒരു കോമൺ വാഷ്റൂമും വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ ഇഷ്ടം പോലെ സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം പച്ചക്കറിയൊക്കെ വെച്ച് എന്താ പറയുക, കൃഷി ചെയ്യാനായിട്ടുള്ള അത്യാവശ്യം നല്ല സ്ഥലം വരുന്നുണ്ട്. 2 തെങ്ങുണ്ട്. അതിൽ ഇഷ്ടം പോലെ നാളികേരമാണ് ഉള്ളത്. ഇനി നമുക്കിപ്പോൾ മുകളിലൊരു ബെഡ്റൂമോ 1-2 ബെഡ്റൂം എടുക്കാനുള്ള സ്പേസ് മുകളിലുണ്ട്. ഇപ്പോൾ നല്ല ലാവിഷ് ആയിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. വളരെ നീറ്റായിട്ട് കിടക്കുന്ന ഒരു നല്ലൊരു വീട് കേട്ടോ. അത്രയ്ക്കും അവർ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഗതി വളരെ ലെസ് യൂസ്ഡ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ 4.5 സെൻറ്റ് സ്ഥലം, അതിൽ 800 സ്ക്വയർ ഫീറ്റ്. പക്ഷേ ഒരു 1000 സ്ക്വയർ ഫീറ്റിന് മേലെ തോന്നും കേട്ടോ. അതാണ് ആ വീടിൻ്റെ ഒരു എടുപ്പ്. ടോട്ടൽ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് 32 ലക്ഷമാണ്. ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. എന്തായാലും ഒരു കച്ചവടത്തിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ തൃശ്ശൂരിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു പ്രോപ്പർട്ടി നോക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കാണണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളെ വിളിക്കുകയോ വാട്സപ്പോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ഡേ.